ഒരു തവണ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണിത്. 8 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കള്ളൻ നേർരേഖയിൽ ഉള്ള ഒരു റോഡിൽ കൂടെ ഓടുന്നു. ഒരു പോലീസുകാരൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കും? ഇത് നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ ചോദ്യം വരുന്ന പോലെ തന്നെയുള്ള ചോദ്യമാണ്. പക്ഷെ ഇത് വേറെ രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, രണ്ടുപേര് മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരാള് 10 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്, അതായത് നമ്മുടെ പോലീസുകാരൻ. കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്, 10 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. നേർരേഖയിലാണ് ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്നത്, അതായത് ഇങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്. അപ്പം കള്ളൻ സ്വാഭാവികമായിട്ട് മുമ്പിലാണ് ഓടുന്നത് അല്ലെ. കള്ളന് 8 മീറ്റർ പെർ സെക്കൻഡിലാണ് മോട്ടോർ സൈക്കിളിൽ പോകുന്നത്. കള്ളൻ ഇതുവഴി മൂവ് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ദൂരം 50 മീറ്റർ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 50 മീറ്റർ. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 50 മീറ്റർ ദൂരത്തിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ എത്ര സമയം കൊണ്ട് ഈ പറയുന്ന പോലീസുകാരൻ കള്ളനെ പിടിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ എങ്ങനെ മറികടക്കും എന്നൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. ഇവിടെ ഇനി ഇത് എങ്ങനെ ചെയ്യാം നമുക്ക്? 10 മീറ്റർ പെർ സെക്കൻഡും 8 മീറ്റർ പെർ സെക്കൻഡും രണ്ട് വേഗതയുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് വേഗത വരുമ്പോഴത്തേക്ക് അതിന്റെ ആപേക്ഷിക വേഗതയാണ് നമ്മൾ കാണേണ്ടത്. ആപേക്ഷിക വേഗത എന്ന് പറയുന്നത്, ആപേക്ഷിക വേഗത ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ ഒരു വേഗതയും ഈ രണ്ടാമത്തെ വേഗതയും തമ്മിലുള്ള വ്യത്യാസം കാണുക. 10ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള അകലമാണ് 50 മീറ്റർ. അപ്പോ ദൂരം ഈസ് ഈക്വൽ ടു 50 മീറ്റർ. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഈ 10 മീറ്റർ പെർ സെക്കൻഡും 8 മീറ്റർ പെർ സെക്കൻഡും വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ആപേക്ഷിക വേഗത അവർ തമ്മിലുള്ള വ്യത്യാസമായതെന്ന്? അതായത് ഒരേ ദിശയിലാണ് വസ്തുക്കൾ മൂവ് ചെയ്യുന്നതെങ്കിൽ, ചലിക്കുന്നതെങ്കിൽ അവിടെ ആപേക്ഷിക വേഗത ഇവർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഇനി വ്യത്യസ്ത ദിശയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ ദിശയിലാണ് വരുന്നതെങ്കിൽ അത് തമ്മിൽ നമ്മൾ കൂട്ടണം. അപ്പൊ ഇവിടെ എന്താ ചെയ്താൽ മതി? വ്യത്യാസം കണ്ടാൽ മതി. അതുകൊണ്ടാണ് നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സമയം കൊണ്ട് കള്ളനെ പിടിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര സമയം എന്നുള്ളത് നമുക്ക് സമയം ഈസ് ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗത, അതായത് ആപേക്ഷിക വേഗത. ഇപ്പൊ ഇവിടെ എന്താണ്? ദൂരം 50 ആണ്, വേഗത അല്ലെങ്കിൽ ആപേക്ഷിക വേഗത 2 ആണ് അല്ലെ. 50/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. അപ്പോ 25 സമയമായതുകൊണ്ട് സെക്കൻഡ് അല്ലെ. അപ്പോൾ 25 സെക്കൻഡ് ആണ് ഇതിന്റെ ആൻസർ. അപ്പം ഓപ്ഷൻ ബി 25 സെക്കൻഡ്.